ഹായ് ഓൾ, ഞാൻ ചെയ്ത പ്രീവിയസ് വീഡിയോയിൽ ഇൻട്രോവേർഷൻ എന്നത് ഒരു നെഗറ്റീവ് ക്വാളിറ്റി അല്ല. അതുകൊണ്ട് തന്നെ ഇൻട്രോവേർട്സ് ഒരിക്കലും എക്സ്ട്രോവേർട്ട് ആവാൻ ശ്രമിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിരുന്നു. ഇത് കേൾക്കുന്ന ചില ആളുകളെങ്കിലും ചിന്തിച്ചേക്കാം, ഇൻട്രോവേർഷൻ കാരണം അവർക്ക് സ്റ്റെപ്പ് ബാക്ക് ചെയ്യേണ്ടി വന്ന സിറ്റുവേഷൻസ് എല്ലാം മാറണമെന്ന്. ബട്ട് യഥാർത്ഥത്തിൽ ഇതൊരു തെറ്റിദ്ധാരണയാണ്. ഇതിന്റെ ശരിയായിട്ടുള്ള കാരണം സോഷ്യൽ ആങ്സൈറ്റിയാണ്. അതെ, ഇൻട്രോവേർഷനും സോഷ്യൽ ആങ്സൈറ്റിയും ഒരുപോലെ തോന്നുന്ന ഒന്നാണ്. ഫോർ എക്സാമ്പിൾ, രണ്ടാളുകളും ഒരു ലാർജ് ക്രൗഡിനെ അവോയ്ഡ് ചെയ്യുന്നു എന്നതുകൊണ്ട്. ബട്ട് ഇത് രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ഒരു ഇൻട്രോവേർട്ട് ആയ ഒരാൾ ക്രൗഡിനെ അവോയ്ഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് റീസൺ അയാൾക്ക് അത് മോർ എനർജി ആൻഡ് കംഫർട്ടബിൾ ആയതുകൊണ്ടാണ്. അതുപോലെ തന്നെ സിറ്റുവേഷൻ ആവശ്യപ്പെടുമ്പോൾ അവർക്കൊരു സോഷ്യൽ സിറ്റുവേഷനിൽ വരാനായി സാധിക്കും. ഫോർ എക്സാമ്പിൾ, ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി വരെ പൊസസ് ചെയ്യാനായി സാധിക്കും. ദി ഓൺലി തിങ് ഇസ്, ഇത് ചെയ്യാനായിട്ട് അവർക്ക് മോർ എനർജിയും ഇത് ചെയ്തു കഴിഞ്ഞാൽ അവർക്കൊരു റീചാർജ് പീരീഡും ആവശ്യമായി വരും. ബട്ട് ഇൻ കേസ് ഓഫ് സോഷ്യൽ ആങ്സൈറ്റി, ആളുകളെ അവോയ്ഡ് ചെയ്യുന്നത് നാണക്കേട് ഭയന്നും അവരെ ജഡ്ജ് ചെയ്യുമെന്ന് പേടിച്ചും അവരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുമെന്ന് കരുതിയുമാണ്. കൂടാതെ അവർക്ക് നെർവസ് ആയും ഫിയർഫുൾ ആയും ഡിസ്ട്രെസ് ആയും പല സോഷ്യൽ സിറ്റുവേഷനിലും ഫീൽ ചെയ്യാനായി തുടങ്ങും. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിൽ നിന്നും അവർ സ്റ്റെപ്പ് ബാക്ക് ചെയ്യേണ്ടതായി വരും. ബട്ട് ഇതെല്ലാം തെറാപ്പിയിലൂടെയും മെഡിക്കേഷനിലൂടെയും കോപ്പിംഗ് സ്ട്രാറ്റജി ലേൺ ചെയ്യുന്നതിൽ കൂടെയും ഇംപ്രൂവ് ചെയ്യാനായി സാധിക്കും. ബട്ട് ഇൻട്രോവേർട്സ് അവർ കാം ആൻഡ് കണ്ടന്റായി ഫീൽ ചെയ്യുന്നത് കൊണ്ടാണ് ഒറ്റയ്ക്ക് ഇരിക്കാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു നോർമൽ ആയിട്ടുള്ള ഒരു ട്രേറ്റ് ആണ്. അത് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു ട്രീറ്റ്മെന്റിന്റെ ആവശ്യമില്ല.